വേണ്ട വേണ്ട, ലുഫ്താൻസ ആകുമ്പോ സിംഗപ്പൂർ 3 മണിക്കൂർ വെറുതെ ഇരിക്കേണ്ടി വരും, ബോറടിക്കും. ടോക്കിയോയ്ക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടോ നോക്കൂ. ആ ഓക്കെ, ആ ഇരിക്കൂ ഇരിക്കൂ, ഫോർമാലിറ്റീസ് ഒക്കെ ഓഫീസിൽ മതി. എന്താ രണ്ടുപേരും കൂടെ ഈ രാത്രിയില്? ഒരു ഗൂഢസംഘം സാറിന് തകർക്കാൻ പരിപാടി ഇട്ടിരിക്കുകയാണ്. ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ വന്നതാണ് ഞങ്ങൾ. മറ്റന്നാൾ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ പൊതുജനം സാറിനെ കാർക്കിച്ച് തുപ്പും, ചാട്ടവാറ കൊണ്ടടിക്കും, ഉടുതുണി ഉരിഞ്ഞ് റോഡിലൂടെ നടത്തും. പക്ഷെ നമ്മൾ വൈകിയിട്ടില്ല. ഇന്നത്തെ രാത്രി നിർണായകമാണ്. ഒന്ന് തെളിച്ചു പറയടൂ. ഇവിടെ ഒരു നാടക ട്രൂപ്പുണ്ട്, കൽപ്പന തിയേറ്റേഴ്സ്. അവരുടെ പുതിയ നാടകം ക്ലിയോപാട്ര നാളെ കാസർകോട്ട് അരങ്ങേറ്റം കുറിക്കുകയാണ്. കാലത്തവർ പുറപ്പെടും. അവരെ പുറപ്പെടാൻ അനുവദിച്ചാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതൊക്കെ സംഭവിക്കും. സാറിന്റെ പേര് രാമനാഥൻ സാർ എന്നാണല്ലോ. ഈ നാടകത്തിൽ ഒരു വൃത്തികെട്ട വില്ലനുണ്ട്. അയാളുടെ പേരും രാമനാഥൻ സാറെന്ന് തന്നെ. അയാളും ഒരു കമ്പനിയുടെ MD ആണ്. കമ്പനിയുടെ പേരോ ബ്രിട്ടോളി. ഈ MD തന്റെ സ്ത്രീ ജീവനക്കാരെ ബലാത്സംഗം ചെയ്തു. വഴങ്ങാത്തവരെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. എന്നിട്ട് കുളിമുറിയിൽ കുഴികുത്തി ശവം കുഴിച്ചിടുന്നു. ഒടുവിൽ നാട്ടുകാർ MDയെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. എന്നിട്ട് സാറിന്റെ ശവം കഴുകന്മാർക്ക് തിന്നാനിട്ട് കൊടുക്കും. അവിടെ കഷ്ടം വീഴും. പിന്നെ ജനഗണമന. കൽപ്പന തിയേറ്റേഴ്സ് നടത്തുന്ന വർമ്മയെ സാറിനറിയോ? ഇല്ല. അയാൾക്ക് സാറിനോട് എന്തോ ഭയങ്കരമായ പകയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ. നാളെ കാസർഗോഡ് അരങ്ങേറ്റം. അതെ നാളെ കാലത്ത് പുറപ്പെടും. അതെ, അവർ പുറപ്പെടുകയില്ല. പുറപ്പെടാൻ പാടില്ല. ആ പീതാംബരനല്ലേ? ഇത് ഞാനാ, രാമനാഥൻ സാറാ. പീതാംബര, 3-4 ആളുകളെയും കൂട്ടി നല്ല കൈക്കരുത്തും തന്റെയുള്ളവരെ. ആ പീതാംബരൻ പെട്ടെന്ന് ഇങ്ങ് വാ. ആ മെക്കാനിക് മാത്യുവിനെയും നമ്മുടെ പൗത്രനൊക്കെ കൂട്ടിക്കോ. ഒരു അടിയന്തര പ്രശ്നമുണ്ട്. ചിലപ്പോ ഒരു കയ്യാങ്കളിയൊക്കെ വേണ്ടി വന്നേക്കും. വൈകരുത്. ഓക്കേ? കുളത്തറ റോഡിൽ അമ്പലത്തിന് തൊട്ടടുത്തിരിക്കുന്ന വീട്. ബോർഡുണ്ട് കൽപ്പന തിയേറ്റേഴ്സ്. അവന്റെ കൽപ്പന തിയേറ്റേഴ്സ് എല്ലാത്തിനും നശിപ്പിക്കും ഞാൻ. നശിപ്പിക്കുന്നതിനിടയിൽ അവിടെ സ്ത്രീകൾ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ വെറുതെ വിടണം സാർ. സ്ത്രീകൾ പൊതുവെ നിരപരാധികളാണല്ലോ. അതെ, ഞാൻ ട്രൈ ചെയ്യാം. ഇവരെ അറിയിച്ചത് നന്ദി. അപ്പൊ ഞങ്ങൾ പോയിക്കോട്ടെ സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അടികലശൽ നടക്കുന്നതിനിടയിൽ നമ്മൾ ആരും കാണാതെ അകത്ത് കയറുന്നു, രാധികയെ രക്ഷിക്കുന്നു. കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാന്ന് കേട്ടിട്ടില്ല. അതാണ് ഈ പരിപാടി. അവര് വന്നു. ആരാ വർമ്മ? ഞാനാ. എന്താ? എന്നെ അറിയാമല്ലോ, അതുകൊണ്ട് പരിചയപ്പെടുത്തുന്നില്ല. പക്ഷെ ഇവരെ പരിചയപ്പെടുത്താം. എന്റെ ജീവനക്കാരാ. തൽക്കാലം ഗുണ്ടകളായിട്ട് വന്നതാണ്. ഗുണ്ടകളോ? നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ലേ? അതിന് ഗുണ്ടകൾ എന്തിനാ? നിങ്ങളെ മൊത്തം അങ്ങ് ബുക്ക് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മൊത്തം ബുക്കിംഗ് ആകുമ്പോ ഞാൻ തനിച്ചു വന്നാൽ പറ്റില്ലല്ലോ. മൊത്തം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം മുഴുവനോ? കൊല്ലം മുഴുവനല്ല, പിന്നെ ആയുഷ്കാലം മുഴുവൻ. അതെന്ത് ബുക്കിംഗ് ആണ്? ആ അതാണ് ബുക്കിംഗ്. എനിക്ക് മനസ്സിലായില്ല. സാർ ആരാ? എവിടുന്നാ വരണേ? ഞാൻ വരുന്നത് നരകത്തിന്ന്. തന്നെ തന്റെ കൂട്ടുകാരെയും അങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊരാശ. എന്നെ മനസ്സിലായില്ല? ഞാനാണ് യമധർമ്മൻ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അന്തകൻ. നിന്റെ അന്തകൻ. പാറത്തോട്ടം, എന്താണ് കേസ്? ഭ്രാന്താശുപത്രിയാണെന്ന് കരുതി വന്നാണോ? ഞാൻ ബലാത്സംഗത്തിനും കൂടെ വന്നതാ. ആരുണ്ട് ഇപ്പൊ ഇവിടെ? റെഡി ആയിട്ട് ആരുണ്ട്? എന്റെ പൊന്നു സുഹൃത്തെ, ഇത് കൽപ്പന തിയേറ്റേഴ്സിന്റെ റിഹേഴ്സൽ ക്യാമ്പാണ്. ഞങ്ങളുടെ പുതിയ നാടകം ക്ലിയോപാട്ര. അറിയാം അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നിരിക്കുന്നത്. എടാ ചെറ്റ വർമ്മേ, എന്നെ തേജോവധം ചെയ്തുകൊണ്ട് നീ കേരളത്തിലുടനീളം നാടകം കളിക്കും. എടാ തെണ്ടി, നീ എന്താടാ പിച്ചുമ്പയും പറയുന്നേ? തെണ്ടിയോ? പീതാംബര, അറിയണവനെ. എന്റെ ഗുണ്ടകൾ മിടുക്കന്മാരാ. വർമ്മയുടെ അന്ത്യായിരുന്നു. നമ്മുടെ പ്ലാൻ പൊളിയോ? Oh!
രക്ഷയില്ലെന്നാ തോന്നുന്നത്. അപ്പുകുട്ട എന്റെ രാധിക. അപ്പുകുട്ട ഇപ്പൊ അങ്ങോട്ട് കയറി കൊടുത്താൽ നമ്മുടെ രോമം പോലെ കിട്ടിയത്. ഓ പോയി അടിക്കണം. ശരിയാക്കടാ. നീയാണല്ലേടാ എന്റെ അന്തകൻ. നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇനി നിന്നിട്ട് കാര്യമില്ല. ഞാൻ കയറി നോക്കാൻ പോവുക. രാജേന്ദ്ര വേണ്ട, നമുക്ക് വേറെ വഴി നോക്കാം. എന്ത് വഴി? നീ വാടാ, നീ വാടാ, നീ ഇങ്ങോട്ട് വാടാ, വാടാ. നീയാണല്ലേടാ അന്തകൻ. അന്തകനാണ്. നിനക്ക് ബലാത്സംഗം ചെയ്യണം അല്ലേടാ? ചെയ്യിക്കടയാ. രാധികേ, ഇനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. എവിടെ പോയിരുന്നു? എന്തു പറ്റി നിനക്ക്? പറ, എന്തുണ്ടായി? എനിക്ക് നിങ്ങളെ അറിയില്ല. ചെറുപ്പം തൊട്ട് ഞാൻ രാജേട്ടാന്ന് വിളിച്ച ആളല്ല നിങ്ങൾ. ഇവിടുന്ന് പോണെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഞാൻ വിചാരിച്ചില്ല. ചേടാ, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. രാധിക, ചെറുപ്പം മുതൽ നീ രാജേട്ടാന്ന് വിളിച്ചെങ്കിൽ ഞാൻ ഇപ്പോഴും ആ പഴയ രാജേട്ടൻ തന്നെ. പക്ഷെ വല്ലതും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ചു പറയണം. ഇനി അങ്ങനെ ഒരു ബാധ്യത എനിക്ക് നിങ്ങളോടില്ല. നിങ്ങളുടെ മുഖം എനിക്ക് കാണണ്ട. കുട്ടി, കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇവനോട് ഇത്രയും ക്രൂരമായി സംസാരിക്കരുത്. എനിക്കറിയാം കുട്ടിയോട് ഇവനുള്ള സ്നേഹം. കുട്ടിയെ കല്യാണം കഴിക്കാൻ ഇവൻ പെട്ട പാട്. എന്നെ മാത്രമല്ല, അങ്ങനെ പല പെൺകുട്ടികളെയും. അതല്ലേ കൂടുതൽ ശരി. ഇന്നിവിടെ വന്ന ആ സ്ത്രീയെ ഞാൻ പോയി കണ്ടു. എല്ലാം അറിഞ്ഞു. രാധികേ, രാധികേ, കഥ തുറക്കാൻ. രാധികേ, രാധികേ.